അഖിൽ മാരാർ എന്ന പേര് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ബിഗ് ബോസിനു ശേഷമാണ് എന്ന് തോന്നുന്നു. കൃത്യമായ രീതിയിൽ ബിഗ് ബോസ് കളിച്ച് അതിൻ്റെ കപ്പ് സ്വന്തമാക്കി അഖിൽ മാരാർ പുറത്തു വന്നതിനു ശേഷം കേരളത്തിലെ പല വിഷയങ്ങളിലും സ്വന്തം നിലപാടുകൾ തുറന്നു പറയുകയും ശക്തമായ വിമർശനങ്ങളും കയ്യടികളുമൊക്കെ അഖിൽ മാരാർ നേടുകയും ചെയ്തു. ഈ സമയത്താണ് അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുന്നതും മത്സരിച്ച് പരാജയപ്പെടുന്നതും. എന്നാൽ മത്സരിക്കുന്ന സമയങ്ങളിൽ അഖിൽ മാരാർ നടത്തിയിരുന്ന വളരെ വ്യക്തമായ ചില നിലപാടുകളും ശക്തമായ വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ പലപ്പോഴും ചർച്ചകൾക്ക് വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ മറ്റൊരു നിലപാട് വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് എതിരാളികളെ വീഴ്ത്തിയ അഖിൽ മാരാർക്ക് പക്ഷേ വിശാലമായ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഇറങ്ങിയപ്പോൾ ചുവട് തെറ്റുകയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്ന് അവകാശപ്പെടുന്ന അഖിൽ മാരാർ ഇടയ്ക്ക് BJP അനുഭവം പുലർത്തുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങളും നടത്തിയ ശേഷമാണ് 2020-ൽ ചേർന്നത്. മാസങ്ങൾ പിന്നിടും മുൻപേ 2020 വിട്ടിരിക്കുകയാണ് ഇപ്പോൾ അഖിൽ മാരാർ. ബിഗ് ബോസ് വിജയത്തിനു ശേഷം സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചകളിലും സജീവമായി നിന്ന അഖിലിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയതിനെ തുടർന്ന് കേസെടുത്തതിലൂടെ മാധ്യമ വാർത്തകളിലും അഖിൽ മാരാർ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളാണ് അഖിൽ ആദ്യം നടത്തിയത്. കൊട്ടാരക്കര സീറ്റ് ലക്ഷ്യം വെച്ചായിരുന്നു നീക്കങ്ങളൊക്കെ നടന്നത്. മത്സരിക്കാനുള്ള സന്നദ്ധത തുറന്നു പറഞ്ഞ അഖിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തിയതായും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ UDF ടിക്കറ്റിൽ മത്സരിക്കാനുള്ള നീക്കം ലക്ഷ്യത്തിലെത്തിയില്ല. CPM വിട്ടെത്തിയ മുൻ MLA ഐഷ പോറ്റിക്ക് കോൺഗ്രസ് പരിഗണന നൽകിയതോടെ അഖിലിന്റെ മോഹം പൊലിഞ്ഞു എന്ന് വേണം പറയാൻ. തുടർന്നാണ് അപ്രതീക്ഷിതമായി സാബുവും ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020-ലേക്ക് അഖിൽ മാരാർ എത്തുന്നത്. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. എന്നാൽ കൊട്ടാരക്കര ലക്ഷ്യം വെച്ചാണ് താൻ 2020 ചേർന്നിരുന്നതെന്നും BJP തൃപ്പൂണിത്തുറയും തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അഖിൽ മാരാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറ 2020-ക്ക് വിട്ടുകൊടുത്തത് BJPക്ക് ഉള്ളിൽ പോലും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അഖിൽ മാരാറെ മത്സരിപ്പിക്കാനാണ് ആ സീറ്റ് 2020-ക്ക് നൽകിയതെന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം അഖിലിനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കുകയും പകരം നടി അഞ്ജലി നായരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയുമാണ് ചെയ്തത്. തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ സാബു ജേക്കബ് മനഃപൂർവ്വമാണ് തന്നെ തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത്. തൃക്കാക്കരയിൽ മത്സരിച്ച അഖിൽ മാരാർ 21,424 വോട്ടുകൾ നേടി 3-ാം സ്ഥാനത്താണ് എത്തിയത്. അതേസമയം മണ്ഡലത്തിൽ 2021-നെ അപേക്ഷിച്ച് NDA വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിനായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ കൊട്ടാരക്കരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ 50,000 വോട്ട് നേടാനാകുമെന്നും വിജയിക്കാനാകുമെന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. കുറഞ്ഞത് 2-ാം സ്ഥാനത്തെങ്കിലും എത്തുമായിരുന്നു. അതിനാലാണ് 2020-യുടെ ഭാഗമായതെന്നാണ് പാർട്ടി വിട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. അഖിൽ മാരാറിന്റെ പ്രതികരണം പലപ്പോഴും കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കാത്തതാണ് എന്ന് മുൻപും ഇപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നതാണ്. അതുകൊണ്ട് തന്നെ അഖിലിന്റെ ചുവട് മാറ്റം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ പിന്മാറ്റം അല്ലെങ്കിൽ പെട്ടെന്നുള്ള NDAയിൽ നിന്നുള്ള വിട്ടുപോകൽ എന്തിനാണ് എന്നുള്ളത് വരും ദിവസങ്ങളാണ് വ്യക്തമാക്കുക.